Hello dear students, welcome back to ISKC English. Okay dear students, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പറിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? നമ്മൾ ഡിസ്കസ് ചെയ്തത് മൂന്നാമത്തെ ബ്ലോക്ക്, അതായത് ഗ്രാമർ വരുന്ന അല്ലേ, മൂന്നാമത്തെ ബ്ലോക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. മൂന്നാമത്തെ ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ യൂണിറ്റ് ആണ്, അതായത് പാർട്സ് ഓഫ് സ്പീച്ച്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നൗൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നൗണിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതായത് നമ്മൾ പറഞ്ഞിരുന്നത് നൗണിൻ്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു അല്ലേ, പലതരത്തിലുള്ള നൗണുകൾ. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമ്പൗണ്ട് നൗൺ ആണ്. അതായത് എന്താണ് കോമ്പൗണ്ട് നൗൺ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവല്ലേ. അപ്പോൾ ശ്രദ്ധിക്കട്ടോ, എന്താണ് കോമ്പൗണ്ട് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ നോക്കൂ, ശ്രദ്ധിക്കൂ. കോമ്പൗണ്ട് നൗൺസ് ആർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് 2 or more വേർഡ്സ്. അതായത് രണ്ടോ അതിലധികമോ വാക്കുകൾ ചേർന്നുണ്ടാവുന്നതാണ് കോമ്പൗണ്ട് നൗൺസ്. രണ്ടോ അതിലധികമോ വാക്കുകൾ. അപ്പോൾ സാധാരണ നമ്മൾ നൗൺ എന്ന് പറയുമ്പോൾ, സിംഗിൾ നൗൺ എന്ന് പറയുമ്പോൾ അതിൽ ഒരു വാക്കേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഏതുപോലെ, ഇപ്പോൾ ബോയ് എന്ന് പറയുന്ന പോലെ, ഹൗസ് എന്ന് പറയുന്ന പോലെ അല്ലേ, അല്ലെങ്കിൽ ഫ്ലവേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷെ കോമ്പൗണ്ട് നൗൺ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഏറ്റവും കുറഞ്ഞത് 2 വാക്കുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്: കോമ്പൗണ്ട് നൗൺസ് ആർ ഫോംഡ്. കോമ്പൗണ്ട് നൗണുകൾ ഫോം ചെയ്യുന്നത് ബൈ ദ കോമ്പിനേഷൻ ഓഫ് 2 or more വേർഡ്സ്. രണ്ടോ രണ്ടിലധികമോ വാക്കുകളുടെ കോമ്പിനേഷൻ, മീൻസ് കമ്പൈൻ ചെയ്തിട്ട്. അങ്ങനെയാണ് കോമ്പൗണ്ട് നൗൺസ് ഫോം ചെയ്യുന്നത്. കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. 1, റെയിൻഫാൾ. അതായത് റെയിനും ഫാളും പാടെ ചേർന്നിട്ടാണ് റെയിൻഫാൾ. അതുപോലെ തന്നെ പോലീസ്മാൻ. ഡൈനിങ് ടേബിൾ അല്ലേ, ഫുഡ് കഴിക്കുന്ന ടേബിൾ, ഡൈനിങ് ടേബിൾ. അതുപോലെ തന്നെ ലഞ്ച് ബോക്സ്, നമ്മളെ ഭക്ഷണം കൊണ്ടുപോകുന്ന ബോക്സ് അല്ലേ, ഉച്ചഭക്ഷണത്തിൻ്റെ ലഞ്ച് ബോക്സ്. ഇതെല്ലാം എക്സാമ്പിൾസ് ഓഫ് കോമ്പൗണ്ട് നൗൺസ്. നോക്കൂ, അടുത്തത് സിമ്പിളാണ് കേട്ടോ, ഇതൊക്കെ കേട്ട് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. അടുത്തത് പൊസസീവ് നൗൺ ആണ്. പൊസഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഈ ഇൻ്റെ, അവൻ്റെ, അവളുടെ, നമ്മളുടെ, ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ഉടമസ്ഥത, ദാറ്റ് ഈസ് പൊസഷൻ. ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്ന വാക്കാണെന്ത്? പൊസസീവ് നൗൺ കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പൊസസീവ് നൗൺ ആണ് പറയുന്നത്. അത് ശ്രദ്ധിക്കുക, പൊസസീവ് അല്ല, പൊസസീവ് കേട്ടോ. ചില ആളുകൾ പറയും നമ്മൾ ഭയങ്കര പൊസസീവ് ആണെന്ന് പറയില്ലേ കേട്ടോ. ഇത് ശ്രദ്ധിക്കുക, എന്താണ് പൊസസീവ് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ പൊസസീവ് നൗൺ എന്ത് ചെയ്യുന്നു? ഇൻഡിക്കേറ്റ് ഓണർഷിപ്പ് അല്ലെങ്കിൽ പൊസഷൻ, ഉടമസ്ഥത. ഓണർഷിപ്പ് എന്ന് പറഞ്ഞാലും ഉടമസ്ഥതയാണ്, പൊസഷൻ എന്ന് പറഞ്ഞാലും ഉടമസ്ഥതയാണ്. ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്ന പദം. ഇൻഡിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കാം. നമ്മൾ വാഹനത്തിന്റെ ഇൻഡിക്കേറ്റർ എന്ന് പറയില്ലേ. അപ്പൊ ഇൻഡിക്കേറ്റ് ഓണർഷിപ്പ്, ഉടമസ്ഥത അല്ലെങ്കിൽ പൊസഷൻ, അതിന്റെ അർത്ഥവും ഉടമസ്ഥത എന്ന് തന്നെയാണ്. ഇനി എങ്ങനെയാണ് ഈ നൗൺ ഉണ്ടാക്കുക? നോക്കൂ, ഈ നൗൺ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. എസ് ഈസ് ആഡഡ് ടു സിംഗുലർ. അതായത് സിംഗുലർ വാക്കുകൾ, സിംഗുലർ നൗൺ ഉണ്ടാവില്ലേ, അതിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യാം, സിംഗുലർ കേട്ടോ. അപ്പൊ എന്താ പറയുന്നത്? എസ് ഈസ് ആഡഡ് ടു സിംഗുലർ ആൻഡ് പ്ലൂറൽ നൗൺസ് ടു ഷോ പൊസഷൻ. അപ്പൊ പൊസഷനെ കാണിക്കാൻ വേണ്ടി സിംഗുലർ നൗണിന്റെ കൂടെയും പ്ലൂറൽ നൗണിന്റെ കൂടെയും അവസാനത്തിൽ എന്ത് ചെയ്യാം? എസ് ആഡ് ചെയ്യാം. അവസാനം എന്ത് ചെയ്യാം? എസ് നമ്മൾ ആഡ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കണം, എസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അപ്പോസ്ട്രോഫി ചേർത്തിട്ട് അല്ലേ. അപ്പോസ്ട്രോഫി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ? മുകളിലിടുന്ന കോമ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ, അർജുൻസ് ബൈസൈക്കിൾ. അർജുൻ എന്നുള്ളത്
ഒരു സിംഗുലർ നൗണാണ്, ഒരാളുള്ളൂ, അർജുൻ. അർജുൻസ് ബൈസൈക്കിൾ, അർജുന്റെ ബൈസൈക്കിൾ. ഇനി നമുക്കൊരു പ്ലൂറൽ എക്സാമ്പിൾ നോക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വിമൺസ് കോളേജ്. വിമൺ എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീകൾ എന്ന. വുമൺ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ, വുമൺ. വിമൺ ഒരുപാട്. വിമൺസ് കോളേജ്, സ്ത്രീകളുടെ കോളേജ് അല്ലെ. വിമൺ എഴുതുക അപ്പോസ്ട്രോഫി എസ് കേട്ടോ. ഇനി നോക്കൂ, അടുത്തൊരു കേസ്. ഇതിൽ വരുന്ന ചിലർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു കേസാണ് ഇത്, ഒന്ന് ശ്രദ്ധിക്കൂട്ടോ. ഫോർ പ്ലൂറൽ നൗൺസ്, ഇനി ചില പ്ലൂറൽ നൗണുകൾ എൻഡിങ് ഇൻ എസ്. എന്താ പ്രത്യേകത? ആ പ്ലൂറൽ നൗണ് എൻഡ് ചെയ്യുന്നത് എസ്സിലാണ്. അപ്പൊ വിമണ് പോലെയല്ല, വിമണിന്റെ എൻഡിങ് എൻ എന്ന് പറയുന്ന അക്ഷരത്തിലാണ്. എന്നാൽ ചിലത്, എക്സാമ്പിൾ ലേഡീസ്, അതുപോലെ തന്നെ ബോയ്സ്, ഗേൾസ്, ഇതുപോലെ എസ്സിൽ എൻഡ് ചെയ്യുന്ന നൗണുകൾ, അവയെ നമ്മൾ പൊസസീവ് ആക്കുന്നതിന് വേണ്ടി എന്താ ചെയ്യുക? ആഡ് ഓൺലി ആൻ അപ്പോസ്ട്രോഫി ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ വേർഡ്. ആ വേർഡിന്റെ അവസാനത്തിൽ ഒരു അപ്പോസ്ട്രോഫി മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോസ്ട്രോഫി മാത്രം ആഡ് ചെയ്യാം. എന്തു വേണ്ട? യെസ് വേണ്ട. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലേഡീസ് ബാഗ്, അതായത് ലേഡീസ് എന്നുള്ളത് എസ്സിൽ അവസാനിക്കുകയാണ്. അപ്പൊ ലേഡീസിന്റെ ബാഗ് എന്ന് പറയാൻ ആ എസ്സിന്റെ അവസാനം, ലേഡീസ് എന്ന വാക്ക് കഴിഞ്ഞിട്ട് എസ്സിന്റെ മുകളിലായിട്ട് അപ്പോസ്ട്രോഫിയുടെ ചിഹ്നം മാത്രം ഇട്ട് കൊടുക്കുക, യെസ് വേണ്ട. ദെൻ വൈ? അതൊരു പ്ലൂരലാണ്. ആ പ്ലൂരല് എൻഡ് ചെയ്യുന്നത് എസ്സിലാണ്. സോ കാര്യം വ്യക്തമായല്ലോ. അപ്പൊ ലേഡീസ് ബാഗ് കേട്ടോ. അതേപോലെ തന്നെയാണ് എന്ത്? ഗേൾസ് ആണെങ്കിലും ഗേൾസ് ഗാർഡൻ. ഞാൻ വെറുതെ പറഞ്ഞാട്ടോ, ഗേൾസ് ഗാർഡൻ. നോക്കുക, അത് അവിടെ കഴിഞ്ഞു. ഇനി നമ്മളുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ജെൻഡർ ആണ്. അടുത്ത ടോപ്പിക് എന്താ? ജെൻഡർ. എന്താണ് ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് സ്ത്രീ എന്നും പുരുഷൻ എന്നുമുള്ള വേർതിരിവ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, സ്വാഭാവികമായിട്ട് നിങ്ങൾ രണ്ട് ജെൻഡറെ കേട്ടിട്ടുണ്ടാവുള്ളൂ, ആണും പെണ്ണും. എന്നാൽ നമുക്ക് നോക്കുക എത്ര ജെൻഡർ ഉണ്ട് എന്ന്. നോക്കൂ, നേരെ കേട്ടോളൂ കേട്ടോ. ദ ത്രീ ഡിസ്റ്റിങ്ക്റ്റ് ജെൻഡേഴ്സ്, അതായത് വ്യക്തമായിട്ടുള്ള, ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർതിരിക്കാവുന്ന, കൺഫ്യൂഷൻ ഇല്ലാത്ത വേർതിരിക്കാവുന്ന 3 ജെൻഡറുകളുണ്ട്. ദ ത്രീ ഡിസ്റ്റിങ്ക്റ്റ് ജെൻഡേഴ്സ് ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആർ, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വരുന്ന ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള, ക്ലിയർ ആയ, വ്യത്യസ്തമായ 3 ജെൻഡറുകൾ. ഒന്ന് മസ്കുലിൻ ജെൻഡർ. ഒന്നെന്താ? മസ്കുലിൻ ജെൻഡർ. എന്താണ് മസ്കുലിൻ ജെൻഡർ? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മസ്കുലിൻ ജെൻഡർ ഡിനോട്ട്സ് മെയിൽ സെക്സ്, അതായത് പുരുഷന്മാരെ സൂചിപ്പിക്കുന്നത്. മെയിൽ സെക്സിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് എന്ത്? മസ്കുലിൻ ജെൻഡർ. ഇതിന്റെ ഷോർട്ടായിട്ടാണ് നമ്മൾ ചില ഫോമൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ എം കാണാറ് അല്ലെ. പുരുഷന്മാരാണെങ്കിൽ എം ആണ് ടിക്കറ്റ് കൊടുക്കും അല്ലെ. അതായത് അതിന് കുറച്ച് മുൻപുണ്ടാവും സെക്സ് എന്നുണ്ടാവും, അതിന്റെ താഴെ ഉണ്ടാവും ഒന്നുകിൽ എം ഉണ്ടാവും അല്ലെങ്കിൽ എഫ് ഉണ്ടാവും. അപ്പൊ ആണുങ്ങളാണെങ്കിൽ അവർ എം ടിക്ക് ചെയ്യും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മസ്കുലിൻ ജെൻഡർ. ഇനി മസ്കുലിൻ ജെൻഡർ കാണിക്കുന്ന ചില വാക്കുകൾ, എക്സാമ്പിൾസ് മാൻ, അങ്കിൾ, ബ്രദർ എക്സെട്ര ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. രണ്ടാമത്തേത് ഫെമിനൈൻ ജെൻഡർ. എന്താണ് ഫെമിനൈൻ ജെൻഡർ? ഡിനോട്ട് ഫീമെയിൽ സെക്സ്, അതായത് ഫീമെയിൽ സെക്സ് സ്ത്രീയെ സൂചിപ്പിക്കുന്നത് ആണെന്ത്? ഫെമിനൈൻ ജെൻഡർ. ഇതിന്റെ ഷോർട്ടായിട്ടാണ് നമ്മൾ ഫോം ഒക്കെ ഫില്ല് ചെയ്യുമ്പോൾ എഫ് ടിക്ക് ചെയ്യാറ്. പെൺകുട്ടികൾ, സ്ത്രീകൾ എഫ് ആണ് ടിക്ക് ചെയ്യുക. എക്സാമ്പിൾ വുമൺ, ആൻഡ്, അമ്മായി, സിസ്റ്റർ. വുമൺ അല്ലെ, ഒരു സ്ത്രീ, വുമൺ. സ്ത്രീകൾ ഒരുപാടുണ്ടെങ്കിൽ പ്ലൂരൽ വിമൺ. വുമൺ, വിമൺ അല്ലെ. വുമൺ, ആൻഡ്, ആന്റി, സിസ്റ്റർ എക്സെട്ര. മൂന്നാമത്തെ ഒരു ജെൻഡർ ഏതാണെന്നറിയോ? നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ചിലപ്പോൾ പലതും വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ. പക്ഷേ
മീൻസ് പലതും വിചാരിക്കാന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് അല്ലെ. ഇപ്പൊ ഒരു മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞ നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നത് അറിയാം, സാധാരണ ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ജെൻസിനെയാണല്ലോ അല്ലെ. അപ്പൊ പലപ്പോഴും പലരും കരുതിയിട്ടുണ്ടായിരിക്കും മൂന്നാമതായിട്ട് സാറ് പറയുന്നത് ഏതായിരിക്കും, ട്രാൻസ്ജെൻഡർ ആയിരിക്കും എന്ന് കരുതിയിട്ടുണ്ടാവും. എന്നാൽ തെറ്റു പറ്റി, അതല്ല. ഏതാ, ന്യൂട്ടർ ജെൻഡർ ആണ്. ഏതാണ്, ന്യൂട്ടർ ജെൻഡർ. അപ്പൊ മൂന്നാമതായിട്ട് പറയുന്നത് ന്യൂട്ടർ ജെൻഡർ ആണ് കേട്ടോ. അപ്പൊ എന്താണ് ന്യൂട്ടർ ജെൻഡർ? ന്യൂട്ടർ ജെൻഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിനോട്ട് ഇൻആനിമേറ്റ് തിങ്സ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻആനിമേറ്റ് തിങ്സ് ആണ്, അതായത് ജീവജാലങ്ങളല്ലാത്തത്, ജീവനുള്ളതല്ലാത്ത വസ്തുക്കൾ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെൻസില്, ബോക്സ്, ബുക്ക് എക്സെട്ര, ഇതുപോലുള്ള സംഭവങ്ങൾ, ഇവയ്ക്കാണ് നമ്മൾ ന്യൂട്ടർ ജെൻഡർ. ന്യൂട്ടർ അതായത് ജെൻഡർ ഇല്ല. ഇവയുടെ ജെൻഡർ ന്യൂട്ടർ ആണ്, ആണാണോ അല്ല, പെണ്ണാണോ അല്ല. ദാറ്റ് ഈസ് ന്യൂട്ടർ ജെൻഡർ. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളത്, എല്ലാവർക്കും അല്ല ചിലർക്ക് കേട്ടോ, എല്ലാം കൺഫ്യൂസിങ് അല്ല, ഞാൻ ടെക്സ്റ്റിൽ തന്നത് പറഞ്ഞു എന്നുള്ളൂ. കാരണം ഇതിലും കൺഫ്യൂസിങ് ആയ ചിലതുണ്ട് കേട്ടോ. മസ്കുലിൻ കിങ്, കിങ്ങിന്റെ ഫെമിനൈൻ എന്താ, ക്യൂൻ, കിങ് ക്യൂൻ. അതുപോലെ തന്നെ നെഫ്യൂ, നെഫ്യൂ പറഞ്ഞാൽ അനന്തരവൻ, അനന്തരവൻ കേട്ടോ, അമ്മായിന്റെ അല്ലെ അമ്മാവന്റെ മക്കള്, അനന്തരവൻ. അതിന്റെ പെൺകുട്ടി ഫെമിനൈൻ ആണ് ഏത്, നീസ്, അനന്തരവൾ. ഹെയർ, ഹെയർ മീൻസ് അനന്തരാവകാശി ആണ്, അതിന്റെ സ്ത്രീലിംഗമാണ് ഏത്, ഹെയറസ്, ഹെയറസ്. പീകോക്ക് മയില് ആണ്. പീഹെന്ന് മാസ്റ്റർ, യജമാനൻ. ഓപ്പോസിറ്റ് ഏതാ, മാസ്റ്ററിന്റെ ഓപ്പോസിറ്റ് ആണ് മിസ്ട്രസ്, മാസ്റ്ററിന്റെ ഓപ്പോസിറ്റ് മിസ്ട്രസ്. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത്, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് സിംഗുലർ ആൻഡ് പ്ലൂറൽ നൗൺസ് ആണ്. അടുത്തത് ഏതാ, സിംഗുലർ ആൻഡ് പ്ലൂറൽ നൗൺസ് ആണ് ഇനി വരുന്നത്. സിംഗുലറും പ്ലൂറലും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, അത്ര പ്രയാസമുള്ള കാര്യങ്ങളല്ല, സിമ്പിൾ ആണെന്നുള്ളത്. പക്ഷെ ഇതെല്ലാം നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. കാരണം നമ്മൾ ടെക്സ്റ്റ് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അതായത് സിംഗുലർ നൗണ്, അതുപോലെ തന്നെ പ്ലൂറൽ നൗണ്. അതായത് ഒരു നാമത്തെ എങ്ങനെ പ്ലൂറൽ ആക്കാം, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് സിംഗുലർ ആക്കേണ്ട കാര്യമല്ല, എങ്ങനെ പ്ലൂറൽ ആക്കാം കേട്ടോ. നാമത്തിന്റെ കേസിൽ അങ്ങനെയാണ്, നാമങ്ങള് സിംഗുലർ ഫോമിലായിരിക്കും നമ്മൾ പ്ലൂറലിലേക്ക് മാറ്റാം. എന്നാൽ വെർബ് അങ്ങനെയല്ല, പ്ലൂറൽ ഫോമിലായിരിക്കും സിംഗുലർക്ക് മാറ്റാം. വെർബിനെ നമ്മൾ എങ്ങനെ സിംഗുലർക്ക് മാറ്റാമെന്ന് ചോദിക്കാം. എന്നാൽ നൗണിനെ നമ്മൾ എങ്ങനെ പ്ലൂറലിലേക്ക് മാറ്റാം, 6-7 വഴികൾ ഇവിടെ പറയുന്നുണ്ട്. 1 2 അല്ല, പേടിക്കണ്ട, വളരെ സിമ്പിൾ ആണ്. 1, അഡിഷൻ ഓഫ് യെസ് ഓർ ഇഎസ്. സിംഗുലർ നൗണിന്റെ അവസാനം എസ് ചേർക്കുക അല്ലെങ്കിൽ ഇഎസ് ചേർക്കുക. രണ്ടിനും ഞാൻ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എസ് ചേർക്കുന്നതിന് എക്സാമ്പിൾ ആണ് പെന്ന്, എസ് ചേർക്കുക പെൻസ്. ഫ്ലവർ സിംഗുലർ, എസ് ചേർക്കുക ഫ്ലവേഴ്സ്. മങ്കി, മങ്കീസ് അല്ലേ. മങ്കി വൈയിൽ അവസാനിക്കുന്നതാണ്, പക്ഷേ ആ വൈന്റെ ലാസ്റ്റ് എസ് ഇട്ട് കൊടുക്കും. മങ്കി സിംഗുലർ, പ്ലൂറൽ മങ്കീസ്. പെന്ന്, പെൻസ്, ഫ്ലവർ, ഫ്ലവേഴ്സ്. ഇവിടെ എല്ലാം നമ്മൾ എസ് ആഡ് ചെയ്തു കേട്ടോ. ഇനി ഇ എസ് ആഡ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് ബസ്. നമ്മളൊക്കെ പോണ ബസ്സില്ലേ, ബസ്, ബസ്സിന്റെ ബസ്സസ് അല്ലെ, ഇ എസ് ആണ് ആഡ് ചെയ്യാം. ഫോക്സ് കുറുക്കൻ, ഫോക്സസ് കേട്ടോ. ഞാൻ ജസ്റ്റ് കണ്ടോ, ഈ ഒരു ഇ എസ് ആഡ് ചെയ്യുന്നത് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്, കാരണം നമ്മൾ പറയുമ്പോൾ അതുകൂടി പറയണ്ട. അപ്പൊ എന്റെ വകയായിട്ട് രണ്ട് എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാല് നൗൺസ് എൻഡിങ് ഇൻ എ കോൺസോണന്റ് ആൻഡ് ഫോളോവ്ഡ് ബൈ ലെറ്റർ വൈ ചേഞ്ച് ഇൻ ടു IES. അപ്പൊ പറയുന്നത് നാമങ്ങള്, ആ നാമങ്ങൾ എൻഡ് ചെയ്യുന്നത് കോൺസോണന്റിലായിരിക്കും. അതിനാ കോൺസോണന്റിന് ശേഷം ഫോളോവ്ഡ് ബൈ ലെറ്റർ ലെറ്റർ വൈ. അപ്പൊ ഇവിടെ കോൺസോണന്റ് സൗണ്ട് എൻഡ് ചെയ്യുന്നുണ്ട്, ശരിയാണ്. ഏത്, സ്റ്റോറി. ആ സ്റ്റോറി നൗൺസ് എൻഡിങ് ഇൻ എ കോൺസോണന്റ് ഫോളോവ്ഡ് ബൈ ലെറ്റർ വൈയും. ഇവിടെ വരുന്നത് എന്ന് പറയുന്ന കോൺസോണന്റ്. വവ്വൽ ശബ്ദങ്ങൾ അല്ലാത്തതിനാണ് നമ്മൾ കോൺസോണന്റ് എന്ന് പറയാം കേട്ടോ.
അപ്പൊ ആർ എന്നുള്ളത് ഒരു കോൺസോണന്റ് ആണ്, അതിനുശേഷം വന്നിരിക്കുന്ന വൈ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമം, ഇവിടെ നമ്മൾ IES ചേർക്കുകയാണ് ചെയ്യുക. എന്താ ചെയ്യേണ്ടത്? IES ചേർക്കുക കേട്ടോ. ചേഞ്ച് വൈ ടു IES. ഇവിടെ നമ്മൾ വൈ എന്നുള്ളത് IES ആയിട്ട് മാറും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, വാക്കിന്റെ അവസാനം വൈ ഉണ്ടായിരിക്കും. ആ വൈന്റെ മുന്നേ ഉള്ളത് എന്തായിരിക്കും? എനി കോൺസോണന്റ് സൗണ്ട് ആയിരിക്കും കേട്ടോ. അപ്പൊ കോൺസോണന്റ് സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 26 അക്ഷരങ്ങൾ ഉണ്ടല്ലോ, അതില് വവ്വൽസ് അല്ലാത്തത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ, ക, ഗ, ങ, അതായത് നമ്മൾ ആൽഫബറ്റ് ബി ഉണ്ടല്ലോ, അത് നമ്മൾ ശബ്ദമായിട്ട് പറയുമ്പോൾ ബ എന്നാ പറയാം. കെ എന്നുള്ളത് ക, അതുപോലെ തന്നെ ജി എന്നുള്ളത് ഗ, അതുപോലെ തന്നെ എൻ, ന, എം, മ, ഇങ്ങനെയാണ് നമ്മൾ ശബ്ദം പറയാം കേട്ടോ. എക്സാമ്പിൾ പറയാണ് സ്റ്റോറി. ആ വൈ IES ആവുക സ്റ്റോറീസ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതാണ്, പക്ഷെ ഇങ്ങനെ റൂൾസ് ആയിട്ട് എഴുതാറില്ല എന്നുള്ളൂ. കമ്പനി, കമ്പനീസ്, സിറ്റി, സിറ്റീസ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. നെക്സ്റ്റ് വണ് നൗൺസ് എൻഡിങ് ഇൻ എ വവ്വൽ ആൻഡ് ഫോളോവ്ഡ് ബൈ ലെറ്റർ വൈ. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നൗണിന്റെ ലാസ്റ്റ് വരുന്നത് വൈ ആണ്, പക്ഷെ ആ വൈന്റെ മുന്നേ എന്ത് വരുന്നുണ്ട്? ഒരു വവ്വൽ ശബ്ദമാണ് വരുന്നത്, കോൺസോണന്റ് അല്ല. ഇപ്പൊ എക്സാമ്പിൾ പറയാണ് വാലി. വാലി പറയുമ്പോൾ അവസാനം വൈ ആണ്. ആ വൈന്റെ തൊട്ട് മുന്നേ വരുന്നത് ഇ എന്ന ലെറ്റർ ആണ്, ഇ അല്ലേ? വാലിന്ന് എഴുതുമ്പോൾ VALLEY. ഏതാ വരുന്നത്? ഇ എന്നുള്ള കോൺസോണന്റ് ആണോ? അല്ല, വവ്വൽ ശബ്ദമാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് എസ് ആഡ് ചെയ്യാണ് ചെയ്യാം. അതന്നെയാണ് മങ്കിക്കും പറ്റിയത്. മങ്കിയുടെ ലാസ്റ്റ് വരുന്ന ശബ്ദം, ലാസ്റ്റ് വരുന്നത് വൈ ആണ്. അതിന് മുൻപ് എന്ത് ചെയ്യുന്നുണ്ട്? ഇ എന്ന് പറയുന്ന വവ്വൽ ശബ്ദം വന്നു. അതന്നെയാണ് വാലിയിലും. അതുകൊണ്ട് തന്നെ ആ വൈ IES ആകൂല, പകരം വെറും എസ് ചേർത്താൽ മതി, വാലീസ്. പിന്നെ അതുപോലെ തന്നെ ട്രേ. ട്രേയുടെ അവസാനം വരുന്നത് ഏതാണ്? എ എന്ന അക്ഷരമാണ്, വവ്വൽ ശബ്ദമാണ്. ലാസ്റ്റ് വരുന്നത് വൈയു ആണ്. അപ്പൊ നമ്മൾ ട്രേസ്. അതുപോലെ തന്നെ കീ. കീയിൽ വരുന്നത് ഇ എന്നുള്ള അല്ലെ വവ്വൽ ശബ്ദമാണ് വരുന്നത്. അതിന്റെ ലാസ്റ്റ് വരുന്നത് വൈ എന്നുള്ളതാണ് അല്ലേ? അവിടെയും നമ്മൾ എസ് ചേർക്കണം. ഓക്കെ, വ്യക്തമാണല്ലോ. ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നൗൺസ് എൻഡിങ് ഇൻ എഫ് ഓർ FE, അല്ലെങ്കിൽ അപ്പൊ എഫോ അല്ലെങ്കിൽ FEയിലോ, എഫ് അല്ലെങ്കിൽ FE, അതാണ് ഇവിടെ പറയുന്നത്. ഇത് VES ആണ്. അപ്പൊ എഫിലോ FEയിലോ, എഫിലോ FEയിലോ അവസാനിക്കുന്ന വാക്കുകൾ, അതിന്റെ അവസാനത്തിൽ വരുന്ന എഫ് അല്ലെങ്കിൽ FE, എഫ് വന്നാലും FE വന്നാലും രണ്ടും VES ആയിട്ട് മാറും. എക്സാമ്പിള് വൈഫ്. എന്താണ് വൈഫിന്റെ പ്ലൂരൽ? വൈഫ് എന്ന് പറഞ്ഞാൽ ഭാര്യ. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിൽ എന്താ പറയാ? വൈഫ്സ് അല്ല, വൈവ്സ്. ആ അവസാനത്തെ FE എന്തായിട്ട് മാറി? VES ആയിട്ട് മാറി. അതുപോലെ തന്നെ നൈഫ്, കത്തി അല്ലേ? അതായത് ഇപ്പൊ നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു തമാശയായിട്ട് പറയാണ് കേട്ടോ, ഒരു തമാശയായിട്ട് എടുത്താൽ മതി. പണ്ടൊക്കെ നമ്മൾ കത്തി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് എന്താ അല്ലെ? നമുക്കറിയാം, വീട്ടിൽ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് അല്ലെ? ഇന്ന് നമ്മൾ വാർത്തകളിൽ കേൾക്കുന്നത് പച്ചക്കറി കട്ട് ചെയ്യാനല്ല, പകരം എന്താ അല്ലെ, ആളുകളിലേക്ക് അതിന്റെ ഉപയോഗം മാറി. എന്ന് വെച്ച് കഴിഞ്ഞാല് ആളുകളെ, ഞാൻ തമാശയായിട്ട് പറയാണ്, പക്ഷെ ഗൗരവമുള്ള വിഷയമാണ് അല്ലെ? നമ്മൾ ഇന്നും ഇന്നലെയും അല്ലെ നിരന്തരം നമ്മൾ ഇത്തരം വാർത്തകൾ. അപ്പൊ ആ ഒരു കത്തി, നൈഫ്, ആ കത്തിയുടെ പ്ലൂരൽ നൈവ്സ് അല്ലെ? ഇപ്പൊ എന്താ പറയുന്നത്? നൈവ്സ്, നൈവ്സ് അല്ലെ? അപ്പൊ നൈഫ്, നൈവ്സ്, വി. അതുപോലെ തന്നെ വളരെ പരിചയമുള്ളത് ലീഫ്, ഇല, ഇലകൾ, ലീവ്സ്, ലീഫ്, ലീവ്സ്. അടുത്തത് പ്ലൂറൽസ് ഫോംഡ് ബൈ ചേഞ്ചിങ് ദ വവ്വൽസ്. ഇനി കുറച്ച് പ്ലൂറൽ ഉണ്ട്, അവിടെ നമ്മൾ അവസാനത്തിലൊന്നും ആഡ് ചെയ്യല്ല പ്ലൂറൽ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നത്. അതായത് ആ സിംഗുലർ നൗൺസിന്റെ ഇടയിൽ വരുന്ന വവ്വൽ ശബ്ദം ചേഞ്ച് ചെയ്യും. എക്സാമ്പിൾ പറയാണ്
ഗൂസ് അല്ലെ, അരയണ്ണം. ഗൂസ് അരയണ്ണം അല്ലെങ്കിൽ വാത്ത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ ഗൂസ് എന്ന് പറയുമ്പോൾ? ചിലർ അരയണ്ണം എന്ന് പറയും, ചിലർ വാത്ത് എന്ന് പറയും. ഈ ഗൂസ് എന്നുള്ളതിൽ വരുന്ന വവ്വൽ ശബ്ദം ഏതാ? ഗൂസ്. ഊ അല്ലെ, ഊ. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇംഗ്ലീഷില് ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നത് എ ഇ ഐ ഒ യു മാത്രല്ല. ഈ ഉണ്ട്, ഈന്നുണ്ട്, ഓന്നുണ്ട്, ഓന്നുണ്ട്, ഊന്നുണ്ട്, ഊന്നുണ്ട് അല്ലെ. ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? ഫോണറ്റിക്സ് പഠിക്കുമ്പോൾ നമ്മൾ വവ്വൽ ശബ്ദങ്ങളും കോൺസണൻസും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾക്ക് അറിയാം എന്ത്? ഗൂസ്. അവിടെ ഊ എന്ന് പറയുന്ന വവ്വൽ, ആ വവ്വൽ എന്തായിട്ട് മാറി? ഗീസ്, ഈന്നായിട്ട് മാറി. അതായത് ഈന്നായിട്ട് മാറി. അപ്പൊ ഇത്തരത്തില് ചേഞ്ചിങ് ദ വവ്വൽസ് ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ മാൻ, മെൻ. ഒരാണിനെ മാൻ എന്ന് പറയും, ആണുങ്ങൾ എണ്ണം കൂടുമ്പോഴോ മെൻ എന്ന് പറയും. അതിൽ എ ഇ ആവാന്ന് പറഞ്ഞാൽ എ എന്ന് പറയും. മാൻ എന്ന് പറയും. മാൻ എന്ന് പറയുന്നിടത്ത് വരുന്ന വവ്വൽ എ എന്നല്ല, ആണ. മാൻ അല്ലെ, മാൻ എന്നല്ലേ? അത് മെൻ ഈ അല്ല. വവ്വൽ ശബ്ദമാവുമ്പോ മെന്നായിട്ട് ഏന്നായിട്ട് മാറി. അതുപോലെ തന്നെ ടൂത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ടീത്ത് ഈന്നായിട്ട് മാറി. ഇനി അടുത്തത് പ്ലൂറൽസ് ഓഫ് കോമ്പൗണ്ട് നൗൺസ്. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ കോമ്പൗണ്ട് നൗൺസ്, അതായത് രണ്ടോ അതിലധികമോ വാക്കുകൾ ചേർന്നിട്ടുണ്ടാവുന്ന കോമ്പൗണ്ട് നൗൺസ്. കോമ്പൗണ്ട് നൗൺസിനെ എങ്ങനെ പ്ലൂറലാക്കാം? എന്നുള്ളതാണ്. അപ്പൊ കോമ്പൗണ്ട് നൗൺസിനെ പ്ലൂറലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ശ്രദ്ധിക്കട്ടോ. അതായത് കോമ്പൗണ്ട് നൗൺസ് രണ്ട് രീതിയിലല്ലേ. എക്സാമ്പിൾ ഒന്ന്, ബ്രദർ ഇൻ ലോ. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ബ്രദേഴ്സ് ഇൻ ലോ എന്നുള്ളതാണ്. ബ്രദേഴ്സ് ആവും. ബ്രദർ ഇൻ ലോ, ബ്രദേഴ്സ് ഇൻ ലോ. എന്നാൽ മാൻ സെർവൻറ്റ്, വേലക്കാരൻ. മാൻ സെർവൻറ്റ് എങ്ങനെ വരിക? മെൻ സെർവൻസ്. രണ്ടോടത്തും മാറ്റം വന്നു. മാൻ സെർവൻറ്റ്, മെൻ സെർവൻറ്റ്. അതുപോലെ തന്നെ ഗേൾ ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്സ് ആണ്. ഗേൾസും ഫ്രണ്ട്സും വേണ്ട. ഗേൾ ഫ്രണ്ട്സ് കേട്ടോ. എന്നാ മാൻ സെർവൻറ്റ് നോക്കൂ, മെൻ സെർവൻസ്. ശ്രദ്ധിക്കണം കേട്ടോ. നോക്കൂ അടുത്തത്, നൗൺസ് വിത്ത് ദ സെയിം സിംഗുലർ ആൻഡ് പ്ലൂറൽ ഫോംസ് എന്ന ചില നൗണുകളുണ്ട്. ആ നൗണുകൾക്ക് സിംഗുലർ ആണെങ്കിലും ശരി, പ്ലൂറൽ ആണെങ്കിലും ശരി, ഒരേ രൂപേ ഉണ്ടാവുള്ളൂ. അതായത് പ്ലൂറലിന് സെപ്പറേറ്റ് രൂപമില്ല. എക്സാമ്പിള് ഷീപ്പന്നെ. അതുപോലെ തന്നെ ഡീറന്നെ കേട്ടോ. അപ്പൊ ഇത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലൂറലിനെ കാണിക്കാൻ വേണ്ടിയിട്ട് കളക്ഷന്റെ വേർഡ്, കളക്റ്റീവ് നൗൺസ് ഇല്ലേ, അത് ഉപയോഗിക്കുക ചെയ്യാം കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ നമുക്കറിയാലോ, നമ്മൾ ഇൻഫോർമേഷൻ ഒക്കെ പറയാറില്ല, ഇൻഫോർമേഷൻ. അതുപോലെ തന്നെ ഫർണിച്ചർ. ഇവിടെ എന്തില്ല? സിംഗുലറും പ്ലൂറലും സെപ്പറേറ്റ് ഇല്ല. അതായത് നൗൺസ് വിത്ത് ദ സെയിം സിംഗുലർ ആൻഡ് ദ പ്ലൂറൽ ഫോംസ്. സിംഗുലറിനും പ്ലൂറലിനും സെയിം ഫോം വരുന്നവ. ഇതോടുകൂടി പാർട്സ് ഓഫ് സ്പീച്ചിലെ ഒന്ന് കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ സെക്കൻഡ് വൺ, അതായത് വെർബ്. എന്താണ് വെർബ്? നമ്മൾ സാധാരണ പഠിച്ചു വെച്ചതാണ് ആക്ഷൻ വേർഡ്. സാധാരണ പഠിച്ചത് എന്താണ്? ആക്ഷൻ വേർഡ്. ഞാൻ ഇന്നാ നിങ്ങൾക്ക് വെർബിന്റെ ഒരു സ്മോൾ ഡെഫിനിഷൻ അങ്ങോട്ട് തരാം, നോക്കിക്കോളൂ. എ വേർബ് ഈസ് എ ടേം യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ആൻ ആക്ഷൻ. അതൊക്കെ എല്ലാവർക്കും അറിയാം. ആക്ഷനെ സൂചിപ്പിക്കുന്നത് ആക്ഷൻ വേർഡ്. ഓർ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ്, അവസ്ഥ. സ്റ്റേറ്റ് ഓഫ് ബീയിങ് അവസ്ഥയെ കാണിക്കുന്നത്. ഓർ ഒക്കറൻസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവത്തെ സൂചിപ്പിക്കുന്നത്. ഒക്കറൻസിനെ സൂചിപ്പിക്കുന്നത്, സംഭവിക്കാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ വേർഡ് അല്ല. ആക്ഷൻ എന്ന് പറയുമ്പോൾ പ്ലേ, വളരെ സുപരിചിതമായിട്ടുള്ള ആക്ഷൻ, ഈറ്റ് കഴിക്കുക. അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് നമ്മൾ, അതായത് സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയുമ്പോൾ അതായത് ഒരു നമ്മുടെ ഒരു അവസ്ഥയെ കാണിക്കാം. ഇപ്പൊ എക്സാമ്പിൾ പറയുമ്പോൾ ഫീല്. അതുപോലെ തന്നെ അപ്പൊ ഇത്തരത്തിലുള്ള വാക്കുകൾ
സ്റ്റേറ്റ് ഓഫ് ബീങ്, ഒരു അവസ്ഥ, ഒരു ആക്ഷനെ അല്ല, ഒരു സ്റ്റേറ്റ് ഓഫ് ബീങ്ങിനെ കാണിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഒന്നുകൂടി പറഞ്ഞല്ലോ, അതേതാ സ്റ്റേറ്റ് ഓഫ് ബീങ്ങും ഒക്കറൻസ്, ഹാപ്പൺ എന്നൊക്കെ പറഞ്ഞ പോലെ ഒക്കറൻസ് കേട്ടോ. അപ്പൊ നോക്കൂ, ഇനി മറ്റൊരു വാക്ക് ലെക്സിക്കൽ വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ലെക്സിക്കൽ വെർബ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇപ്പോ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിച്ച് പറഞ്ഞാല് മോഡൽ ഓക്സിലറിക്ക് അല്ലേ കേട്ടോ, അതാണ് സ്റ്റേറ്റ് ഓഫ് ബീങ് എന്നൊക്കെ കാണിക്കുന്നത് കേട്ടോ. ഇപ്പൊ ക്യാന്, വില്ല് കേട്ടോ, അതുപോലെ. ഇനി നോക്കൂ ലെക്സിക്കൽ വെർബ് എന്താ? അപ്പൊ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓക്സിലറി എല്ലാം പെട്ടു. അതുകൊണ്ടാണ് അങ്ങനെ ഡെഫിനിഷൻ വന്നത് കേട്ടോ. ഏത് ഡെഫിനിഷൻ വന്നത്? യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ആൻ ആക്ഷൻ, സ്റ്റേറ്റ് ഓഫ് ബീങ് എന്ന് പറഞ്ഞാൽ അവിടെ മോഡൽ ഓക്സിലറി ഒക്കെ പെട്ടു, ഓർ ഒക്കറൻസ്. ഇനി അടുത്തത് ലെക്സിക്കൽ വെർബ്. ഇത് ചിലപ്പോൾ ചില ആളുകൾ പുതുതായിട്ട് കേൾക്കുന്ന ഒരു പദമായിരിക്കും ലെക്സിക്കൽ വെർബ് കേട്ടോ, ലെക്സിക്കൽ വെർബ്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പൊ വെർബിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഡാൻസ്, റീഡ്, ഈസ്, ക്യാന് അതൊക്കെ നമുക്ക് പറയാം. എന്നാൽ ലെക്സിക്കൽ വെർബ് എന്താ? ലെക്സിക്കൽ വെർബ് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ചിലപ്പോൾ പുതുതായിട്ട് കേൾക്കേക്കാരം. നോക്കൂ, ദ വേർബ്സ് വിച്ച് ഹാവ് ആൻ ഇൻഡിപെൻഡന്റ് മീനിങ് ആർ കോൾഡ് ലെക്സിക്കൽ വേർബ്സ്. അതായത് ആ വാക്കിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് മറ്റുള്ളവയെ ആശ്രയിക്കാതെ അർത്ഥം ഉണ്ടാവും. എക്സാമ്പിൾ ഈറ്റ്. ഈറ്റ് എന്ന വാക്കിന് കഴിക്കുക എന്ന അർത്ഥമുണ്ട്. പ്ലേ കളിക്കുക, സീ കാണുക അല്ലേ, അതുപോലെ തന്നെ ഫീൽ അനുഭവിക്കുക. എന്നാൽ ഈസ് അങ്ങനെയല്ല ആണോ, വാസ് അങ്ങനെയല്ല, ആർ അങ്ങനെയല്ല അല്ലേ, അതായത് ക്യാൻ അങ്ങനെയല്ല, വില്ല് അങ്ങനെയല്ല, വുഡ്, ഷുഡ് ഒന്നും, മേ ഒന്നും അങ്ങനെയല്ല. വേറെ വാക്കിന്റെ കൂടെ വരണം അല്ലേ. ക്യാൻ ഗോ പോവാൻ കഴിയും, മേ ഗോ പോവാം, അങ്ങനെയൊക്കെ അർത്ഥം വരിക. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ലെക്സിക്കൽ വേർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെക്സിക്കൽ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് മറ്റൊന്നിനെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് അർത്ഥമുള്ളതാണ് എന്ത്? ലെക്സിക്കൽ വെർബ്. നോക്കൂ, ലെക്സിക്കൽ വെർബ് എക്സാമ്പിൾ ആണ് ഏത്? ലെക്സിക്കൽ വെർബിന് എക്സാമ്പിൾ ആണ് ഏത്? റീഡ് എന്നുള്ളത്, അതുപോലെ തന്നെ റൈറ്റ് എന്നുള്ളത്, ഡ്രിങ്ക് എന്നുള്ളത്, ഇതൊക്കെ ലെക്സിക്കൽ വെർബുകളാണ്. ഈ ലെക്സിക്കൽ വേർബ്സ് ആർ ഓൾസോ നോൺ ആസ്, ലെക്സിക്കൽ വേർബ്സിന് മറ്റൊരു പേരും കൂടി ഉണ്ട്. എന്താണ് ആ പേര്? ലെക്സിക്കൽ വേർബിന്റെ മറ്റൊരു പേരെന്താ? ഇത് നിങ്ങൾക്ക് പലർക്കും അറിയണ്ടായിരിക്കും എന്ന് എനിക്കറിയാം, എന്നാലും ഞാനൊന്ന് പറയാണ്. മെയിൻ വേർബ്. എന്താ പറയാ? മെയിൻ വേർബ്. ഇനി അതവിടെ കഴിഞ്ഞു. അടുത്തത് ഓക്സിലറി വെർബ്. ഓക്സിലറി കേട്ടോളൂ കേട്ടോ. എന്താണ് ഈ ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, എന്നാലും ഓക്സിലറിയുടെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കൂ കേട്ടോ. AUXILIARY ഓക്സിലറി വേർബ്സ്. They don't have an independent meaning. ഓക്സിലറി വേർബ്സ് എന്ന് പറയുമ്പോൾ അവയ്ക്ക് ഇൻഡിപെൻഡന്റ് മീനിങ് ഇല്ല, സ്വന്തമായിട്ട് അവർക്ക് അർത്ഥമില്ല. ഇൻഡിപെൻഡന്റ് മീനിങ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തമായിട്ട് ഇവയ്ക്ക് അർത്ഥമില്ല. മറ്റുള്ളവയുടെ കൂടെ ചേരുമ്പോൾ, മറ്റുള്ളവയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മീനിങ് ഉണ്ടാവുന്നത്. They are also known as, ഇവയ്ക്കും മറ്റൊരു പേരുണ്ട്, പറയാൻ പറ്റുമോ? ഹെൽപ്പിംഗ് വേർബ്, സഹായക ക്രിയ. ഇനി ഓക്സിലറി വേർബ്സ് രണ്ട് കാറ്റഗറിയാണ്, രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് പ്രൈമറി ഓക്സിലറി, രണ്ടാമത്തേത് മോഡൽ ഓക്സിലറി. ഇതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് നിർത്തും കേട്ടോ. അപ്പൊ പ്രൈമറി ഓക്സിലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് 3 ഗ്രൂപ്പാണ് വരുന്നത് കേട്ടോ. ഒന്നാമത്തേത് ബി ഫോംസ്. ആ പേരും കൂടി ഓർത്തു വെക്കുക കേട്ടോ. ബി ഫോംസ് എന്ന് പറഞ്ഞാൽ ബി ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്, ആറ്, ആം, ഇത് 3ഉം പ്രസന്റ്, വാസ്, വേർ, ഇത് 2ഉം പാസ്റ്റ്. പിന്നെ ഹാവ് ഫോംസ് എന്ന് പറഞ്ഞാൽ ഹാവ്, ഹാസ്, ഹാഡ്. ഹാവും ഹാസും സിംഗുലറും പ്ലൂരലും. ഹാവ് പ്ലൂരൽ, ഹാസ് സിംഗുലർ, ഹാഡ് പാസ്റ്റ്. പിന്നെ ഡു ഫോംസ്, ഡു, ഡസ്, ഡിഡ്. ഇത് ഡു ഫോംസ് ഓക്സിലറി ആണ് കേട്ടോ. ഡു ഫോംസും
ഹാവ് ഫോംസും മെയിൻ വെർബായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഡു ഫോംസിൽ ഡൺ എന്ന് പറയുന്ന മെയിൻ വെർബിന്റെ രൂപം വരും. ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ആ ഡണ്ണ് വരുന്നില്ല. പകരം ഡു, ഡസ്, ഡിഡ്. ഡു എന്നുള്ളത് പ്ലൂരൽ, ഡസ് എന്നുള്ളത് സിംഗുലർ, ഡിഡ് എന്നുള്ളത് പാസ്റ്റ്. പിന്നെ വരുന്നത് ബി ഫോംസ് പറഞ്ഞില്ലേ, പിന്നെ വരുന്നത് ബീന്, ബീയിങ്. ബി നമ്മൾ പറഞ്ഞു, ബീനും ബീയിങ്ങും. ഇത്രയാണ് പ്രൈമറി ഓക്സിലറി. അടുത്ത കാറ്റഗറിയാണ് മോഡൽ ഓക്സിലറി. അതായത് മോഡൽ ഓക്സിലറി ആണ് ഈ അവസ്ഥയൊക്കെ കാണിക്കുന്നത് അല്ലേ. നോക്കൂ, ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഡൽ ഓക്സിലറി ആണ് ഏത്? ഒന്ന് വില്ല്, വുഡ്. ഞാൻ സൗകര്യത്തിന് വേണ്ടിയാണ് ജോഡിയാക്കി പറയുന്നത് കേട്ടോ. വില്ല്, വുഡ്, ഷാള്, ഷുഡ്, ക്യാന്, കുഡ്, മേ, മൈറ്റ്. ഇങ്ങനെ ജോഡിയാക്കി പറയുമ്പോൾ പഠിക്കാനും എളുപ്പമുണ്ട്. ജോഡി കഴിഞ്ഞു. ഇനി വരുന്നത് മസ്റ്റ്, യൂസ്ഡ് ടു, ഓട്ട് ടു. കടപ്പാടിനെ കാണിക്കുന്നതാണ് കേട്ടോ. യൂസ്ഡ് ടു എന്തിനെ കാണിക്കുക? പാസ്റ്റിലെ ഹാബിറ്റിനെ കാണിക്കുന്നത്, ശീലത്തെ കാണിക്കുന്നത്. ഓട്ട് ടു കടപ്പാടിനെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ നീഡ്, ഡയർ. നീഡ്, ഡയർ. ഇത്രയാണ് ഏത്? മോഡൽ ഓക്സിലറീസ് കേട്ടോ. അപ്പൊ ഇവിടെ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ പ്രൈമറി ഓക്സിലറീസും മോഡൽ ഓക്സിലറീസും. അപ്പൊ പ്രൈമറി ഓക്സിലറീസ് പഠിക്കാൻ എളുപ്പമുണ്ട്. എങ്ങനെ പഠിച്ചാൽ? ബി ഫോംസ് ഈസ്, ആറ്, ആം, വാസ്, വേർ. ഡു ഫോംസ് ഡു, ഡസ്, ഡിഡ്. ഹാവ് ഫോംസ് ഹാവ്, ഹാസ്, ഹാഡ്. പിന്നെ ബീനും ബീയിങ്ങും. മോഡൽ ഓക്സിലറി എങ്ങനെ പഠിക്കാൻ എളുപ്പമുണ്ടായിരിക്കും? വില്ല്, വുഡ്, ഷാള്, ഷുഡ്, ക്യാന്, കുഡ്, മേ, മൈറ്റ്. ഉടനെ മസ്റ്റ്, യൂസ്ഡ് ടു, ഓട്ട് ടു, നീഡ്, ഡയർ. ഈ ഒരു ക്രമം നിങ്ങൾ ഫോളോ ചെയ്താൽ ഒന്നും വിട്ടുപോകൂല. പഠിക്കാനും എളുപ്പമുണ്ട്, ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനും എളുപ്പമായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.